ഗേറ്റിനോട് തൊട്ടടുത്തുള്ള ഈ ഒരു കോട്ടമതിലിൻ്റെ ഭാഗത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. അത് നമുക്ക് സത്യമാണോ എന്ന് വിശ്വസിക്കാനും പോലും പ്രയാസമുള്ളൊരു കാര്യമുണ്ട്. അതായത് യഹൂദന്മാർ ദൈവം എന്നുള്ള നാമം, യാഹ്വേ എന്നുള്ള നാമം, യൂദ് ഹേയ് വാവ് ഹേയ്, ആ അക്ഷരങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. ആ നാമം പൂർണ്ണമായിട്ട് പറയാൻ പോലും അവർ യോഗ്യരല്ല എന്നാണ് അവരുടെ വിശ്വാസവും അവരുടെ ആചാരവും. അപ്പം യൂദ് ഹേയ് വാവ് ഹേയ് ഈ 4 അക്ഷരങ്ങൾ കൂടുന്നതാണ് യാഹ്വേ എന്നുള്ള ആ ഒരു പേര്. ഈ അക്ഷരങ്ങൾ തനിയെ എന്താ പറയുന്നത്, ചെടിയായിട്ട് ഇവിടെ കിളുക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് നമുക്ക് വിശ്വസിക്കാനൊരു പ്രയാസമാണ്. എന്നാലും നമ്മുടെ കൺമുന്നിൽ അത് കാണുമ്പോൾ നമുക്കതൊരു അതായത് ആ ഒരു അന്തിമകാലത്തിനോട് അടുക്കും തോറും ആ യൂദ് ഹേയ് വാവ് ഹേയ് എന്നുള്ള 4 അക്ഷരം പ്ലാന്റായിട്ട് തന്നെ ഇവിടെ വളരുന്നുണ്ട്. അതുകൊണ്ട് അത് കളയുന്നില്ല. ആ ഒരു ആകൃതി, ആ അക്ഷരങ്ങളുടെ ആകൃതിയിലാണ് അത് വരുന്നത്. അതാണ് അത് ഇവിടെ കാണുന്നത്. അത് രണ്ടാമത്തെ അക്ഷരം കൃത്യമാണ് ഹേയ് എന്നുള്ള അക്ഷരം. ഹീബ്രു യൂദ് ഹേയ് വാവ് ഹേയ് ഈ 4 അക്ഷരമാണ്. യൂദും നമ്മൾ എഴുതുമ്പോൾ നമ്മളിങ്ങനെ ഇൻവേർട്ടഡ് കോമ ഇടത്തില്ലേ, അങ്ങനെയാണ് യൂദ് എന്നുള്ളൊരു അക്ഷരം. ഹേയ് എന്ന് നമ്മൾ എഴുതുന്നത് നമ്മളിങ്ങനെ ഒരു റാ പോലെ എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു വരയും കൂടെ വരുമ്പോഴാണ് അത് ഹായ് ആവുന്നത്. പിന്നെ വാവ് എന്ന് പറയുന്ന അക്ഷരം ജസ്റ്റ് ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹേയ്, വീണ്ടും ആ ഹേയ്, അതാണ് 4 അക്ഷരം വരുന്നത്. അത് കറക്റ്റാണ്. ഇത് നോക്കുമ്പോഴത്തേക്കും നമുക്കത് കറക്റ്റാ മനസ്സിലായോ? അത് ഭയങ്കര ഒരു അത്ഭുതമാണ് ശരിക്കും. അത് നിരസിച്ച് കളയാനും പാടില്ല കേട്ടോ. നമ്മുടെ യൂദ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇൻവേർട്ടഡ് കോമ പോലെ തോന്നിയത്. മറ്റേത് ഹേയ് എന്നുള്ള അക്ഷരത്തിൽ നമ്മളിങ്ങനെ അറിയില്ല. അത് കറക്റ്റായിട്ട് ഇവിടെ ഹീബ്രു ലാംഗ്വേജിലാണ് അത് ആ പ്ലാന്റ് വരുന്നതെന്നാണ് പറയുന്നത്. ഹീബ്രു അക്ഷരങ്ങൾ പഠിക്കുന്നവരോ ഹീബ്രു ലാംഗ്വേജ് പഠിക്കുന്നവരോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ എന്താ പറയുക പ്രിന്റിംഗ് ലെറ്ററിലുള്ള യൂദ് ഹേയ് വാവ് ഹേയ് ഈ 4 അക്ഷരങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഈ വീഡിയോയിൽ നിങ്ങളൊന്ന് നോക്കിക്കുക. നിങ്ങൾക്ക് അത് വെളിപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മഴ വരുന്നു, കാറ്റ് വരുന്നു, ഭൂകമ്പങ്ങൾ വരുന്നു, അതിനെന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് അല്ല, നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ അക്ഷരം ആ ചെടി അക്ഷരമായിട്ട് വരാണ്. അതായത് യാഹ്വേ എന്നുള്ള പേര് അവർ ഒരുമിച്ച് ഉച്ചരിക്കത്തില്ല. അതിനുപോലും അർഹരല്ല മനുഷ്യൻ എന്നുള്ളതാണ് ജൂതമതത്തിൻ്റെ വിശ്വാസം. അവർ ആ അക്ഷരങ്ങൾ പറഞ്ഞ് പ്രാർത്ഥനയ്ക്കിടയ്ക്ക് നമ്മൾ യഹോവ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ആ അക്ഷരങ്ങൾ പറയുക ചെയ്യുന്നത്. പ്രാർത്ഥനയിൽ യൂദ് ഹേയ് വാവ് ഹേയ് എന്ന് പറയുക ചെയ്യുന്നത്. ആ നെയിം അവർ കംപ്ലീറ്റ് ആയിട്ട് ഉച്ചരിക്കത്തില്ല യഹൂദന്മാർ. നമ്മൾ ഓൾറെഡി ഗോൾഡൻ ഗേറ്റിനെ കുറിച്ച് പലതവണ പറഞ്ഞു. എന്നാലും കൺക്ലൂഷനായിട്ട് ഒന്നുകൂടി പറയുവാണ്. ഈശോയുടെ 2ാം വരവ്, ക്രിസ്ത്യാനികൾ പ്രതീക്ഷിക്കുന്ന 2ാം വരവ്, ജൂതന്മാർ പ്രതീക്ഷിച്ചിരിക്കുന്ന മിശിഹായുടെ ആദ്യത്തെ വരവ്, മുസ്ലിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഈസാ നബിയുടെ വരവ്, ഇതെല്ലാമാണ് നമ്മുടെ മിശിഹായുടെ വരവ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈശോ വരുമ്പോഴാണ്, ഇനി ആ മിശിഹ വരുമ്പോഴാണ് ഈ ഒരു ഗോൾഡൻ ഗേറ്റ് തുറക്കപ്പെടാൻ പോകുന്നതെന്നാണ് വിശ്വാസം. ഈശോ വരുമ്പോൾ നമ്മൾ വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുസരിച്ച് എവിടെ നിന്ന് സ്വർഗാരോഹണം ചെയ്തു പോയോ ഒലിവുമലയുടെ മുകളിൽ അവിടെ തന്നെ വന്നിറങ്ങുമെന്നും ഈ കിദ്രോൺ താഴ്വര കടന്ന് അന്ന് ഈ താഴ്വര 2ആയി പിളർന്ന് ഇവിടെ ഒരു ജലാശയം ഉണ്ടാകുമെന്നൊക്കെയാണ് പഴയ നിയമത്തിൽ പ്രവചിച്ചിരിക്കുന്നത്. ഈ ഒലിവുമലയിൽ വന്നിറങ്ങുന്ന ഈശോ കിദ്രോൺ താഴ്വര കടന്ന് ഇവിടേക്ക് വന്ന് ജെറുസലേം ദേവാലയത്തിലേക്ക് കിഴക്കുവശത്തു നിന്ന് പ്രവേശിച്ചിരുന്ന ഈ ഒരു കരുണയുടെ കവാടത്തിലൂടെ, ഗോൾഡൻ ഗേറ്റിലൂടെ അകത്ത് കയറിയിരുന്ന ഈ ലോകത്തെ മുഴുവൻ വിധിക്കുമെന്നാണ് വിശ്വാസം.